ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിന്റെ റസൂലിന്റെ ധാരാളം ഹദീസുകളിൽ പരാമർശിക്കപ്പെട്ട ലോകാവസാനം അടുക്കുന്ന നേരത്ത് ചരിത്രത്തിന്റെ പ്രയാണങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുന്ന ഒട്ടനേകം ചരിത്രങ്ങളിലോട്ട് നടന്നു പോകേണ്ട ഭൂമിയാണ് ഖുദ്സ്. 1400 വർഷങ്ങൾക്ക് മുമ്പ് സർപ്പം വളഞ്ഞു പുളഞ്ഞു കിടക്കുന്നത് പോലെ കിടക്കുന്ന ചെമ്മൺ പാതകൾ നിറഞ്ഞ അറേബ്യയുടെ മക്കാ ലോകത്തിരുന്ന് മദീനത്തുൻ നബവിയുടെ ചാരത്തിരുന്ന് ഈത്തപ്പന മരത്തിന്റെ ഓലകൾ ചാരി വെച്ച മദീനത്തുൻ നബവിയിൽ ചാരി ഇരുന്നിട്ട് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞു തന്ന വരാനിരിക്കുന്ന ലോകാവസാനത്തിനോട് അടുത്തു നിൽക്കുന്ന ധാരാളം ഐതിഹാസിക സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിക്കേണ്ട ഭൂമിയാണ് ഖുദ്സ് എന്ന് മാത്രമല്ല, അതുകൊണ്ട് തന്നെ ഇസ്ലാമിക ലോകത്തിന്റെ ജീവനോളം പോന്ന അതിന്റെ ആദർശത്തോളം പോന്ന ആര് പറഞ്ഞാലും ഏത് പ്രൊഫൈലുകൾ മറന്നിരുന്ന് വിമർശിച്ചാലും ഈ ശരീരത്തിലൂടെ രക്തം പ്രവഹിക്കുന്നിടത്തോളം കാലം, ഈ ശരീരത്തിൽ റൂഹ് നിലനിൽക്കുന്നിടത്തോളം കാലം, അവസാനം പടിഞ്ഞാറ് നിന്ന് സൂര്യൻ ഉദിക്കുന്നത് വരെ ലോകത്തുള്ള കോടാനു 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 കോടി മുസ്ലിമീങ്ങളുടെ ഹൃദയത്തിൽ വേരുറപ്പിച്ച ഒരു മഹാനാഗരികതയുടെ ഭൂമിയുടെ പേരാണ് ഖുദ്സ് എന്ന് പറയുക. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, ഈ ഭൂമിയിൽ 2 ഖജനാവുകളുണ്ട്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകാവസാനത്തിന് മുമ്പ് വരുന്ന അടയാളങ്ങളെ പറഞ്ഞു കൊടുക്കുമ്പോ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു ഹദീസാണ്, ഈ ഭൂമിയിൽ 2 ഖജനാവുകളുണ്ട്. ആ 2 ഖജനാവുകൾ ഏതെന്നറിയോ? ആ 2 ഖജനാവുകൾ അത് സാമ്പത്തികമായ മാനദണ്ഡങ്ങളിലല്ല, അതേതെങ്കിലും രാഷ്ട്രീയപരമായ പരിവർത്തനത്തിന്റെ പേരല്ല. ലോകത്ത് നിലനിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 2 ഖജനാവുകൾ, അതൊന്ന് മിസ്റാണ്, മറ്റൊന്ന് മിസ്റാണെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. ഈ ലോകത്ത് നിലനിൽക്കുന്ന ഖജനാവുകളിൽ 2 ഖജനാവുണ്ട്, അതൊന്ന് മിസ്റാണ്, മറ്റൊന്ന് ബസറയാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. ആ 2 ഖജനാവുകൾ നശിച്ചു പോയാൽ എന്നാണോ മിസ്ർ തകരുന്നത്, എന്നാണോ ബസറ നാമാവശേഷമാകുന്നത്, അന്നാണ് ഹലക്കത്ത് ദുനിയാ, അന്ന് ഈ ദുനിയാവ് തന്നെ നാമാവശേഷമായി പോകുമെന്ന് ലോകൈക ഗുരു നബി മുഹമ്മദ് മുസ്തഫ 1400 വർഷങ്ങൾക്ക് മുമ്പ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്ത് വരാനിരിക്കുന്ന 1000 സംഭവങ്ങളെ ലോകത്തോട് പറഞ്ഞു കൊടുക്കുമ്പോ എന്നി പറഞ്ഞ ഈ ഭൂമിയുടെ നിലനിൽപ്പിന്റെ തന്നെ ആധാരശില അതിലൊന്നാമത്തേത് മിസ്റാണ്. ഇന്ന് ഈജിപ്തിൽ നിൽക്കുന്ന മിസ്റാണ്. ഈ പറയുന്ന ഫലസ്തീനിന്റെ അതിർത്തികൾ പങ്കിടുന്ന ആ ഫലസ്തീനിന്റെ അതിർത്തികളോട് ചേർന്ന് കിടക്കുന്ന 2 രാജ്യങ്ങൾ, സിറിയയിലോട്ട് കടന്നു പോയാൽ കാണുന്ന ബസറ, മറ്റൊന്ന് ഈജിപ്തിലൂടെ കടന്നു പോയാൽ കാണുന്ന മിസ്ർ. ആ 2 നാഗരികതകൾ എന്നാണോ തകർക്കപ്പെടുന്നത്, അന്നാണ് ഈ ലോകത്തിന്റെ അവസാനത്തിന് നാന്ദി കുറിക്കുന്നതെന്ന് 1400 വർഷങ്ങൾക്ക് മുമ്പ് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. എന്താണ് ബസറ എന്നറിയോ? സിറിയയുടെ ബസറ. ആ സിറിയ പട്ടണത്തിന്റെ നാഗരികതയുടെ ഭൂമിയായ ബസറ. സഹോദരങ്ങളെ, ഹദീസിൽ പൊതുവായിട്ട് ഇതിന് പറയുന്ന പേര് ശ്യാം എന്നാണ്. എനിക്ക് ലോകം അവസാനിക്കുന്നതിന് മുമ്പ് ഇമാം മഹ്ദി അലൈഹിസ്സലാത്തു വസ്സലാം ഈ ലോകത്തിന്റെ പുനരുദ്ധാരകനായി കടന്നു വരുന്നതിന് തൊട്ടു മുമ്പ് ലോകത്തിന്റെ എല്ലാ ഫിത്നകളും തുടരുന്നത്. ഷാമിന്റെ ഭാഗത്ത് നിന്നാണ് ഫിത്നകൾ തുടരുക. സിറിയ, ലെബനോൻ, ഈജിപ്ത് അടക്കമുള്ള ഈ പ്രദേശത്തെയാണ് ഷാം എന്ന് പൊതുവെ പറയുക. എല്ലാ ഫിത്നകളും തുടങ്ങുന്നത്, അത് അവസാനിക്കുന്നത് ഷാമിന്റെ ഭാഗത്ത് നിന്നാണ്. അതിൽപ്പെട്ട പ്രധാനപ്പെട്ട 2 നഗരങ്ങളാണ് ബസറയും മിസ്റും. അല്ലാഹു നമുക്ക് മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. ഈ സിറിയയുടെ ബസറ, തകർന്നു പോകുന്ന സിറിയ എന്നാണോ ബസറ തകരുന്നത്, ആ
ബസറയുടെ നാശം ദുനിയാവിന്റെ നാശമാണ്. ബശാറുൽ അസദ് എന്ന ഏകാധിപതിയുടെ സർവാധിപത്യത്തിന്റെ വരിഞ്ഞകെട്ടലുകളിൽ തകർന്നു പോയ സിറിയ, ആ സിറിയയിൽ ഓരോ സംഭവ വികാസം നടക്കുമ്പോ കേരളത്തിൽ ഇരുന്നിട്ട് സിറിയയിൽ നടന്നാലെന്ത്, അവിടെ തകർന്നാലെന്ത്, അവിടെ ബശാറുൽ അസദ് പോയാലെന്ത്, അവിടെ പുതിയ ഭരണകൂടം വന്നാലെന്ത്, എനിക്കിവിടെ ചൊരണ്ടൈസ് നിന്നിട്ട് നടന്നാൽ മതി എന്ന് കരുതരുതേ സഹോദര. ചരിത്രത്തിലേക്ക് നടന്നു പോകാനുള്ള, ഈ മുസ്ലിം ഉമ്മത്തിന്റെ ഇസ്സത്തിലേക്ക് നടന്നു പോകാനുള്ള ചരിത്രത്തിന്റെ രാജപാതയാണ് ബസറ. ആ ബസറയിൽ ബശാറുൽ അസദിന്റെ ഏകാധിപത്യത്തിൽ ആയിരങ്ങൾ കൊല ചെയ്യപ്പെടുമ്പോ ചരിത്രത്തിന്റെ ഏറ്റവും വലിയ രജതരേഖയ്ക്ക് സാക്ഷിയാകാനുള്ള ബസറ തകരുമ്പോ ആ ബസറേത് ബസറ എന്നറിയോ? ചരിത്രത്തിന്റെ തുടിപ്പുള്ള ബസറ, റിസാലത്തിന്റെ പാതുകം സൃഷ്ടിച്ച ബസറ, മഹാനായ നബിയുനാ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഭൂമിയാണ് ബസറ. ലോകചരിത്രത്തിൽ ആദ്യമായിട്ടൊരു ശരീഅത്ത് അവതരിപ്പിച്ച നാടിന്റെ പേര് ബസറ എന്ന. ആദ്യമായി ശരീഅത്തുൽ ഇസ്ലാം വന്നത് മക്കയിലല്ല, അത് മദീനയിലല്ല. ആദ്യമായിട്ടൊരു ശരീഅത്തുമായിട്ടൊരു പ്രവാചകന്റെ പാദപതന ശബ്ദത്തിന് സാക്ഷ്യം വഹിച്ച ബസറയാണത്. മഹാനായ നബിയുല്ലാഹി നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ശറഅലകും മിനദ്ദീനി മാ വസ്സാ ബിഹി നൂഹൻ വല്ലദീ ഔഹൈനാ ഇലൈഹി. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞല്ലോ, ശറഅലകും മിനദ്ദീനി മാ വസ്സാ ബിഹി നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ആദ്യമായി ശരീഅത്തുമായി കടന്നു വന്ന നാടാണ് ബസറ. നൂറുകണക്കിന് പ്രവാചകന്മാരെ നടന്നു പോയ നാടാണ് ബസറ. താബീങ്ങൾ നടന്നു പോയ നാടാണ് ബസറ. ലോകത്തുള്ള താബീങ്ങളുടെ നേതാവായ മഹാനായ ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു അടക്കമുള്ള ചരിത്ര പുരുഷന്മാർക്ക് സാന്നിധ്യം നൽകിയ ബസറ. രണ്ടാമത്തേത് മിസ്റാണ്. ആ മിസ്ർ ലോകചരിത്രത്തിലെ നൂറുകണക്കിന് പ്രവാചകന്മാരുടെ സാക്ഷ്യം വഹിച്ച മിസ്റാണ്. ഇന്നക ബിൽ വാദിൽ മുഖദ്ദസി തുവാ. മഹാനായ കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാം, മഹാനായ നബിയുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം, നബിയുല്ലാഹി ഇസ്മാഈൽ അലൈഹിസ്സലാത്തു വസ്സലാം, നബിയുല്ലാഹി ഇസ്ഹാഖ് അലൈഹിസ്സലാത്തു വസ്സലാം. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ, ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാമാണിക കുടുംബ പരമ്പരയെ എത്തിയേൽക്കുന്ന ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബിയുടെ കുടുംബ പരമ്പരയിലെ പ്രവാചകന്മാരെ കടന്നു വന്നാണ് മിസ്ർ. എന്റെ പ്രിയപ്പെട്ട സഹോദരാ, അതുകൊണ്ടാണ് അതിനോട് അതിർത്തി പങ്കിടുന്ന ഫലസ്തീനിൽ ചെന്നാൽ, ഇന്ന് നിങ്ങൾ ഫലസ്തീനിൽ പോയാൽ ലക്ഷക്കണക്കിന് രൂപ നൽകിയിട്ട് ഫലസ്തീനിൽ പോയാൽ, അവിടെ പോയാൽ നിങ്ങൾക്ക് നബിയുല്ലാഹി ഇബ്രാഹിം നബിയുടെ ഖബർ വേണമെങ്കിൽ സിയാറത്ത് ചെയ്യാം. പക്ഷേ മഹാനായ നബിയുല്ലാഹി ഇസ്ഹാഖ് നബിയുടെ ഖബറിൽ ചെന്ന് സലാം പറയാൻ ആ ഇബ്രാഹിം നബിയുടെ മകനായ ഇസ്ഹാഖ് നബിയുടെ ഖബറിലേക്ക് പോകാൻ പലപ്പോഴും നമുക്ക് കയറാറില്ല. കാരണം അത് ജൂദായിസത്തിന്റെ പിടിയിലാണ്, അത് ജൂദായിസത്തിന്റെ കാൽപ്പനയുടെ കീഴിലാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരാ, അതുകൊണ്ട് 1,24,000 വരുന്ന പ്രവാചകന്മാരുടെ പാദപതന സ്പർശം കൊണ്ട് അനുഗ്രഹീതമായ മണ്ണാണ് ബസറയും മിസ്റും. അത് തകർന്നു പോയാൽ പിന്നീട് ദുനിയാവിന്റെ തകർച്ചയാണെന്ന് റൂഹി ഫിദാ നബി മുഹമ്മദ് മുസ്തഫ, റൂഹി ഫിദാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ മഹദിയായ മൈമൂനത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹാ ലോകചരിത്രത്തിലൂടെ കടന്നുപോയ സ്ത്രീരത്നങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച മണ്ണാണ് ബസറ. മഹദിയായ ആസിയ റളിയല്ലാഹു അൻഹയ്ക്ക് ജന്മം കൊടുത്ത മണ്ണാണ് മിസ്ർ. ആ മിസ്ർ ചെറിയ ഒരു മിസ്ർ അല്ല. എന്നെ കേൾക്കാനെത്തിയ പ്രിയപ്പെട്ട സഹോദരിമാരോട്, എന്റെ പ്രിയപ്പെട്ട സഹോദരി, ലോകചരിത്രത്തിൽ ഈമാനിന് ഉപമ കൊടുത്ത പെണ്ണിനെ പ്രസവിച്ച നാടാണ് മിസ്ർ. ലോകചരിത്രത്തിൽ ഈമാനിന് ഉപമ കൊടുത്തത് ഒരു പെണ്ണാണ്, ആണല്ല. ഈമാനിന് അള്ളാഹു ഉദാഹരണമായി പറഞ്ഞാര് അറിയാ സഹോദരങ്ങളെ, ആണുങ്ങളെ? ബിലാലിനെ, സഅദ് ബിൻ അബീ വഖാസിനെ,
മിസ്അബ് ബിൻ ഉമൈറിനെ റളിയല്ലാഹു തആല അൻഹു ലോക ചരിത്രത്തിൽ ഇത്രയും വലിയ ഈമാനിന്റെ ഉദാഹരണമായി അല്ലാഹു പറഞ്ഞത് ഒരു സ്ത്രീയാണ്. കാരണം സ്ത്രീക്ക് ഈമാൻ സംരക്ഷിക്കണമെങ്കിൽ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അതിലൊരു ഗുണപാഠമുണ്ട്. പുരുഷനെ പോലെയല്ല ഒരു സ്ത്രീക്ക് ആ തന്റെ ഈമാനിനെ പരിരക്ഷിക്കണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അല്ലാഹു മതലൽ ലല്ലദീന ആമനു ഇംറഅത ഫിർഔൻ ഇദ ഖാലത് റബ്ബി ബിനി ഇൻദക ബൈതൻ ഫിൽ ജന്ന വനജ്നി മിൻ ഫിർഔന വഅമലിഹി വനജ്നി മിനൽ ഖൗമിൽ ളാലിബീൻ ومريم بنت عمران التي أحصنت فرجها فنفخنا فيه من روحنا وصدقت بكلمات ربها وكتبه وكانت من القانتين. രണ്ടാമതായിട്ട് എന്നെ കേൾക്കാൻ ഇവിടെ എത്തിയ പ്രിയപ്പെട്ട സഹോദരിമാരോട് ഇസ്ലാമിക ചരിത്രത്തിൽ ഈമാനിന്റെ പര്യായ പദമായി വിശുദ്ധ ഖുർആൻ പറഞ്ഞ ചരിത്രത്തിൽ ഇടം നേടിയ രണ്ട് സ്ത്രീകൾക്ക് ജന്മം കൊടുത്ത നാടാണ് ഖുദ്സിന്റെ നാട്. ഒന്ന് മിസ്റിന്റെ നാട്, ആസിയ ബീവിയുടെ നാടാണ് മിസ്ർ. രണ്ടാമത്തേത് മറിയം ബിനത്ത് ഇമ്രാൻ, ഇമ്രാന്റെ മകളായ മറിയം റളിയല്ലാഹു തആല അൻഹാ ബൈത്തുൽ മുഖദ്ദസിലേക്ക് പോയാൽ വിശാലമായി പടർന്നു കിടക്കുന്ന കൽപ്പടവുകൾ ചാടി ചാടി കടന്ന് ഭീമാകാരമായ കരിങ്കല്ല് ഭിത്തികളാണ് ഖുദ്സിന്റെ ഭാഗത്തുള്ളത്. ആ കരിങ്കൽ ഭിത്തികളിലൂടെ ഇടനാടികൾ ഇങ്ങനെ താടോട്ടിറങ്ങി ഒരു ശില്പജാതിയുടെ മനോഹാരിത തീർത്ത ഖുദ്സിന്റെ ചരിത്ര ഭൂമിയിൽ നടന്നു പോയാൽ ഇങ്ങനെ ഇടനാടികൾ ഇറങ്ങി ഒരു സൈസ് മണ്ണിലേക്ക് കരിങ്കല്ലുകൾ ചേർത്ത് വെച്ച കരിങ്കൽ ഭിത്തികളുടെ ഉള്ളിൽ ഒരു ചെറിയ ഒരു സുഷിരം കാണാം. അതിന്റെ മുകളിൽ എഴുതി വെച്ചിട്ടുണ്ട് മിഹ്റാബ് മറിയം. ഇത് മറിയമിന്റെ മിഹ്റാബാണ്, ഇത് മറിയമിന്റെ മിഹ്റാബാണ്, ഇത് മറിയമിന്റെ മിഹ്റാബാണ്. എങ്ങനെയാണ് പെങ്ങളെ പലസ്തീനിലെ അറബികളെ മറക്കുക? പലസ്തീനിന്റെ പോരാട്ടത്തിനെതിരെ എങ്ങനെയാണ് പുറം തിരിഞ്ഞു നിൽക്കുക? ലോക ചരിത്രത്തിന് നിനക്ക് ധീരതയുടെ പര്യായമായിട്ട് വന്ന മഹതിയായ മറിയം ബീവിയുടെ ചരിത്രഭൂമിയോട് നിനക്ക് മാനസികമായ ബന്ധമില്ലേ? ആസിയ ബീവിയോട് നിനക്ക് ചരിത്രപരമായി ബന്ധമില്ലേ? അതാണ് ആ മണ്ണിന്റെ ഒരു ഗുണമാണത്. മരത്തെ കടത്തിയിട്ട് ശരീരത്തിലേക്ക് കുന്തം ഇങ്ങനെ കുത്തിക്കയറ്റി സ്വന്തം ശരീരത്തിലൂടെ രക്തം ഇങ്ങനെ തടം തള്ളിയാ തൊടുകുമ്പോ ഖുദ്സിനെ കുറിച്ച് പറയുന്ന നേരത്ത് ഖുദ്സിന്റെ ചാരത്തുകൂടി ജീവിച്ചു പോയ ഒരു മഹാവനിതയുടെ ചരിത്രം നമ്മൾ ചേർത്തു വെക്കാത്തതെങ്ങനെയാ? എന്റെ പ്രിയപ്പെട്ട സഹോദരാ, മരത്തെ കടത്തിയിട്ട് മൂർച്ചയുള്ള കുന്തം കൊണ്ട് ശരീരത്തിലേക്ക് കുത്തിയിറക്കിയിട്ട് രക്തം ഇങ്ങനെ തടം തള്ളിയാ തൊടുകുമ്പോ അസഹ്യമായ വേദന കൊണ്ട് ഓ എന്ന് നിലവിളിച്ചു പൊളയുന്ന നേരത്ത് ആസിയ ബിൻത് മസാഹിം റളിയല്ലാഹു തആല ചോദിച്ച ഒരു ചോദ്യമുണ്ട്. അല്ലാഹുവേ റബ്ബി ബിനി ഇൻദക ബൈതൻ ഫിൽ ജന്ന. അല്ലാഹുവേ ഏകാധിപതിയായ ഫറോവ, ആ ഫറോവയുടെ സ്ഥാനത്ത് നിന്ന് ലോകത്തിന് നരഭൂതിയായ ആയിരക്കണക്കിന് ഫലസ്തീനി ചെറുപ്പക്കാരുടെ നെഞ്ചകത്തിൻ്റെ ഉള്ളിൽ നിന്ന് രക്തമൂട്ടി കുടിച്ച ബെഞ്ചമിൻ നെതന്യാഹുവാണെങ്കിൽ ആ നെതന്യാഹുവിന്റെ തന്തയായി വരുന്ന ഫറോവയോട് ആസിയ ബീവി എന്ന ഫലസ്തീനിലെ പെൺകുട്ടികളുടെ മാതാവ് പറഞ്ഞ മറുപടി ഏറെന്നറിയോ? അല്ലാഹുവേ, ഫറോവ എന്നെ മലത്തിക്കടത്തിയിട്ട് എന്റെ നെഞ്ചകത്തിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കുന്നം കുത്തി കയറ്റി ഇറക്കിയാലും എന്റെ ശരീരത്തിലൂടെ രക്തം ഇങ്ങനെ തടം തള്ളിയാ തൊടുകയാലും അസഖ്യമായ വേദന കൊണ്ട് പെടയും കൂടും. ഒരു സാധാരണ മനുഷ്യൻ ചോദിക്കുന്ന ചോദ്യമല്ല. പടച്ചവനെ, ഈ മർദ്ദനങ്ങൾക്കും ഈ താടനങ്ങൾക്കും ഈ പീഡനങ്ങൾക്കും പകരമായി എനിക്കൊരു സ്വർഗത്തിലെ വീട് വേണമെന്ന് ആസിയ ബീവി ചോദിച്ചിട്ടില്ല. പിന്നെയോ റബ്ബി ബിനി ഇൻദക ബൈതൻ ഫിൽ ജന്ന.
പടച്ചവനെ നാളെ സ്വർഗത്തിൽ ആസിയക്കൊരു വീട് വേണം. അത് സാധാരണ വീട് പോരാ. എല്ലാവരും ചോദിക്കുന്ന ചോദ്യമല്ല. ഞാൻ നേരിട്ടത് ലോകത്തിന്റെ ഫറോവയാണ്. ഞാനാണ് റബ്ബെന്ന് പറഞ്ഞ ഫറോവയാണ്. അല്ലാഹുവേ, ഇന്ദക്കാ, നാളെ നിന്റെ അടുത്തിട്ട് എനിക്കൊരു വീട് തരണേ അല്ലാ. ആസിയക്കൊരു സാധാരണ ഭവനം പോരാ. ആസിയക്ക് ജന്നത്തുൽ ഫിർദൗസ് പോരാ. ആസിയക്ക് ജന്നത്തുൽ മഅവ പോരാ. ആസിയക്ക് ജന്നത്തുൻ നഈം പോരാ. ആസിയക്ക് സ്വർഗ്ഗത്തിലെ ഒരു സാധാരണ ഭവനം പോരാ. ഇന്ദക ബൈതൗ ഫിൽ ജന്ന, നിന്റെ തൊട്ടടുത്ത് എനിക്കൊരു വീട് വേണം റബ്ബേ. വീട് ചോദിക്കുന്നതിന് മുമ്പേ അയൽക്കാരെ ചോദിച്ച പെണ്ണാണ് ആസിയ ബീവി റളിയല്ലാഹു അൻഹാ. പടച്ചവനെ, നാളെ ആസിയ ഇത് മുഴുവനും അനുഭവിച്ചത് നിനക്ക് വേണ്ടിയാ. എന്റെ കൈകാലുകൾ വെട്ടിമുറിക്കപ്പെട്ടത്, എന്റെ കണ്ണുകൾ ചൂഴ്ന്നെടുക്കപ്പെട്ടത്, എന്റെ കാലുകൾ അരിഞ്ഞു മാറ്റപ്പെട്ടത്, എന്റെ ശരീരത്തിലൂടെ രക്തം ഇങ്ങനെ തടം തല്ലിയാ തുടങ്ങിയത് എല്ലാം നിനക്ക് വേണ്ടിയാണ് റബ്ബേ. അതുകൊണ്ട് നാളെ നിന്റെ അടുത്ത് എനിക്കൊരു ഭവനം വേണമല്ലോ. സഹോദര സഹോദരി, കാലം കുറെ കായുമ്പോ ഫറോവയുടെ സ്ഥാനത്ത് ബെഞ്ചമിൻ നെതന്യാഹു, ആസിയ ബീവിയുടെ സ്ഥാനത്ത് ഫലസ്തീനിലെ പെൺകുട്ടികൾ തങ്ങളുടെ ഭർത്താക്കന്മാരെ കൈവിലങ്ങുകൾ കൂട്ടിവെച്ചിട്ട് പിടിച്ചു കൊണ്ടുപോയി അവരുടെ കൺമുമ്പിൽ വെച്ചിട്ട് ഇടനെഞ്ചിലേക്ക് വെടിയുതിർത്ത് താഴെ വീഴുമ്പോ തന്റെ മടിത്തട്ടിലിരുത്തി താരാട്ട് പാടേണ്ട പൊന്നുമക്കൾ ചുണ്ടുകൾ മുറിഞ്ഞ് കണ്ണുകൾ ചൂഴ്ന്നെടുക്കപ്പെട്ട് കൈകാലുകൾ മുറിക്കപ്പെട്ട് ചോര പൈതലുകളുടെ മയ്യത്തുകൾ കയ്യിലേക്ക് കിട്ടുമ്പോ ആ കയ്യിൽ കിട്ടുന്ന മയ്യത്തുകൾ കയ്യിലെടുത്ത് വെച്ചിട്ട് കണ്ണുനീർ വാർക്കുകയല്ല, നെഞ്ചത്തടി പിടിച്ച് നിലവിളിക്കുകയല്ല. എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, ചിന്തിക്കാൻ കഴിയുമോ? ഒരു ആക്സിഡന്റ് കഴിഞ്ഞിട്ടൊരു മകന്റെ മയ്യത്ത് നമ്മുടെ മുമ്പിൽ വരുമ്പോ ചോര പൊടിഞ്ഞ അവന്റെ നെറ്റി നോക്കിയിട്ട് മാറത്തടിച്ച് നിലവിളിക്കുന്ന നമുക്ക്, അസഹനീയമായി നിലവിളിക്കുന്ന നേരത്ത്, മരിക്കുന്ന നേരത്തിന്റെ മകൻ ഉമ്മാന്ന് വിളിച്ചോന്ന് ആവർത്തിച്ച് ചോദിക്കുന്ന നമുക്കിത് മനസ്സിലാകണമെന്നില്ല. കീറിപ്പറിഞ്ഞ ചുണ്ടുകളെ ചേർത്ത് വെച്ച് ആ നെറ്റിത്തടത്തിലേക്ക് ഉമ്മ വെച്ച് കൈകാലുകൾ വെട്ടിമുറിക്കിട്ട പിഞ്ചു കുഞ്ഞുങ്ങളുടെ മയ്യത്ത് നെഞ്ചോട് ചേർത്ത് പൊന്നുമോനെ പൊന്നുമോനെ ഖുദ്സിന്റെ ഭൂമിയിലെ മണൽപ്പരപ്പുകൾ കുടിച്ച കബറിടത്തിലേക്ക് തന്നെ മക്കളെ ഇറക്കി നിർത്തിയിട്ട് ഇൻഷാ അല്ലാഹ് ഞാൻ നിന്നെ സ്വർഗ്ഗത്തിൽ താരാട്ട് പാടി ഉറക്കാൻ നിന്റെ ഉമ്മ വരും മോനെ എന്ന് പറഞ്ഞ് മകനെ കബറടക്കിയിട്ട് തൽക്കീൻ പറഞ്ഞ് ഇന്നാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖ്റാ എന്ന് പറഞ്ഞ് പൊന്നുമോന്റെ ശരീരത്തിലേക്ക് പിടിമണ്ണ് വാരിയിട്ട് ആ മൈലാഞ്ചിച്ചെടിയിലെ വെള്ളത്തിന്റെ ഉണക്ക് മാറുന്നതിന് മുമ്പ് ഹിജാബും തലയിൽ വരിച്ചുകൊണ്ട് ബൈത്തുൽ മുഖദ്ദസിന്റെ മോചനത്തിന് വേണ്ടി ഇസ്രായേലി ജൂദായിസത്തിന്റെ പിശാചിന്റെ കണ്ണുകളോട് പോരടിക്കുന്ന ഫലസ്തീനിലെ പെൺകുട്ടികളുടെ നെഞ്ചിലെ ഈമാൻ ഏതെന്നറിയുമോ? അത് മിസ്രിന്റെ ചരിത്രത്തിൽ നിന്ന് ചാർത്തിക്കൊടുത്ത ആസിയ ബീവിയുടെ ഈമാനാണ് അവരുടെ ചരിത്രത്തിന്റെ ഉള്ളിൽ. ഫറോവയുടെ ഏകാധിപത്യത്തിന്റെയും മർദ്ദനത്തിന്റെയും തീക്കളിയുടെയും മുമ്പിൽ എനിക്ക് എന്റെ റബ്ബിന്റെ സാമീപ്യം മതി എന്ന് കൊതിച്ച ആസിയ ബിന്തു മസാഹിബ് റളിയല്ലാഹു അൻഹാ ഈ കേരളത്തിന്റെ മണ്ണിലിരുന്നിട്ട് കരുതണ്ട എങ്ങനെയാണ് അവർ കരുത്താർജിച്ചതെന്ന്, എവിടെ നിന്നാണ് അവരുടെ ഈമാനെന്ന്, എവിടെയാണ് അവരുടെ വിശ്വാസമെന്ന്, എങ്ങനെയാണ് മക്കളെ, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ആ ഫലസ്തീനിൽ ഒരു പാവപ്പെട്ട പെൺകുട്ടിയുണ്ട്. 12 പ്രാവശ്യമാണ് അവൾ മരണവേദന അനുഭവിച്ചത്. 12 മക്കളെയാണ് നൊന്ത് പ്രസവിച്ചത്. ആ നൊന്ത് പ്രസവിച്ച 12 മക്കളെ ഈ കബറടക്കിയിട്ട് 10 ലേഖകര് ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് ഇത് സഹിക്കുക? ഇനി പടച്ചവൻ എനിക്ക് ഇനിയും 12 തന്നാൽ അതിനെ ഞാൻ എന്റെ ഖുദ്സിന്റെ വിമോചനത്തിന് വേണ്ടി സമർപ്പിക്കുമെന്ന് പറഞ്ഞ് ലോകത്തിന്റെ മുമ്പിൽ പുഞ്ചിരിയോടെ നിൽക്കുന്ന ഫലസ്തീനി പെൺകുട്ടികളെ കാണുമോ? അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ് അത് ബസ്റയുടെയും മിസ്റിന്റെയും മണ്ണാണ്. അവിടെ നിന്നാണ് അവർ വിപ്ലവം പഠിച്ചത്, അവിടെ നിന്നാണ് അവർ ദീൻ പഠിച്ചത്, അവിടെ നിന്നാണ് അവർ അല്ലാഹുവിന്റെ ദീനിന്റെ രക്തസാക്ഷിത്വം
ലോകത്തിന്റെ മഹത്വത്തെ മനസ്സിലാക്കിയത്. കാരണം എന്റെ പ്രിയപ്പെട്ട സഹോദരാ, ആ ഖുദ്സ് എന്ന് പറയുന്നത് അവർക്ക് മണൽ ഭൂമിയല്ല, ഒലിവ് മരത്തിന്റെ വല പൂയിട്ടുമുള്ള മണ്ണിടമല്ല, ഈ മതിലുകൾ കെട്ടുകൾ തീർത്ത പരസ്വാതന്ത്ര്യത്തിന്റെ ഭൂമിയല്ല. ആ ഖുദ്സ് ഏതെന്നറിയോ? ആ ഖുദ്സ് ഏതെന്നറിയോ? ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവിടുത്തെ ഭാര്യയായ മൈമൂന റളിയല്ലാഹു അൻഹ ചോദിക്കുന്നുണ്ട്, യാ റസൂലല്ലാഹ്, ഖുദ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് നബിയേ? ഹബീബായ നബി തങ്ങളുടെ മറുപടി, ഖുദ്സ് എന്ന് പറഞ്ഞാൽ അതിന്റെ രാഷ്ട്രീയ ഭൂപടത്തെ കുറിച്ചല്ല. ആ ഖുദ്സ് അർദുൽ മഹ്ശരി വൽ മൻശർ, അർദുൽ മഹ്ശരി വൽ മൻശർ. മൈമൂന, മൈമൂന, എന്റെ പ്രിയപ്പെട്ട മൈമൂന, അത് മഹ്ശറ തുടങ്ങുന്നത് അവിടെ നിന്നാണ്. ആ ഖുദ്സിന്റെ ഓരത്ത് നിന്നാണ് മഹ്ശറ, അവിടെ നിന്നാണ് മൻശർ തുടങ്ങുന്നത്. യൗമ തുബദ്ദലുൽ അർദു ഗൈറൽ അർദി വസ്സമാവാതു വബറസൂ ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ. നാളെ ഈ ലോകം മുഴുവനും അവസാനിച്ച് എല്ലാവരും ആറടി മണ്ണിലെ കബറിലടക്കം ചെയ്യപ്പെട്ട് അവസാനം ഫൈദാഹും ജമീഉൽ ലദൈനാ മുഹ്ളറൂൻ. ഏകനായ റബ്ബിന്റെ മുമ്പിലേക്ക്, ഖഹാറായ റബ്ബിന്റെ മുമ്പിലേക്ക്, ജബ്ബാറായ റബ്ബിന്റെ മുമ്പിലേക്ക് പരലോകത്തെ അവരെഴുന്നേൽക്കുന്നത് ഈ ഷാമിന്റെ മണ്ണിൽ നിന്നാണ്. ലെബനോൻ, സിറിയ, ഈജിപ്ത്, ഫലസ്തീൻ അടങ്ങുന്ന ഈ ഷാമിൽ നിന്നാണ്. അല്ലാഹുവിന്റെ റസൂൽ ഒരു ദിവസം ഈ ഷാമിന്റെ മണ്ണിലേക്ക്, ഖുദ്സിന്റെ മണ്ണിലേക്ക് അവിടുത്തെ റിസാലത്തിന്റെ വിരൽ ചൂണ്ടിയിട്ട് പറയുന്നുണ്ട്, വഹാഹുനാ തുഹ്ശറൂൻ, വഹാഹുനാ തുഹ്ശറൂൻ. ഇവിടെ നിന്നാണ് നിങ്ങളുടെ മഹ്ശറ തുടങ്ങുക. ഇത് ദുനിയാവിന്റെ മണ്ണ് മാത്രമല്ല, മുസ്ലിമിനെ സംബന്ധിച്ചോളം അവന്റെ പരലോകത്തിന്റെ തുടക്കത്തിന്റെ മണ്ണാണ്. ഏത് പ്രൊഫൈലുകൾ പറഞ്ഞാലും ഏത് ആളുകൾ കുറച്ചാലും ഫലസ്തീൻ എന്നത് ആദർശത്തിന്റെ പ്രതിബദ്ധതയുള്ള മണ്ണാണ്. അല്ലാഹു നമുക്കത് മനസ്സിലാക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ബിഹഖി സ്വലാത്തുല്ലാഹ്. സലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ താഹ റസൂലില്ലാഹ്. സലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അവന്റെ അനുഗ്രഹീത ദാസന്മാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് ആരെങ്കിലും എവിടെയെങ്കിലും ഇരുന്നിട്ട് എന്തിന് ഫലസ്തീൻ, ഞങ്ങൾക്ക് ഇതിനോട് ബന്ധമുണ്ട്, ഇത് ഞങ്ങളുടെ നൂഹ് നബിയുടെ മണ്ണാണ്, ഇത് ഇബ്രാഹിം നബിയുടെ മണ്ണാണ്, ഇത് ഇസ്മായിലിന്റെ മണ്ണാണ്, ഇത് ഇസ്ഹാഖ് നബിയുടെ മണ്ണാണ്, ഇത് സാറാ ബീവിയുടെ മണ്ണാണ്, ഇത് റഫീഖ ബീവിയുടെ മണ്ണാണ്, ഇത് മിസ്രിന്റെ മണ്ണാണ്, മറിയമിന്റെ, ആസിയ ബീവിയുടെ. ഈ ഇസ്ലാമിക ലോകം അവസാനം വരെ നിലനിൽക്കാൻ ജീവൻ സമർപ്പിച്ച 1000 പൈതൃകത്തിന്റെ മണ്ണാണിത്. തീർന്നിട്ടില്ല. ഇത് ഞങ്ങളുടെ ഹബീബിന്റെ മണ്ണാണ്. രണ്ടെണ്ണം ഞാൻ മൂന്നാമത്തെ വൈകാരിക ബന്ധം പറയാം. ഒന്ന്, ഇത് ഹബീബ് പറഞ്ഞ ലോകാവസാനത്തിന്റെ, അത് ഇൻഷാ അല്ലാഹ് നമുക്ക് അവസാനം പറയാം. ഇരിക്കൂലേ ഇൻഷാ അല്ലാഹ്? അവസാനം ഇവിടേക്ക് ഇമാം മഹ്ദി എത്തുന്നവരെയുള്ളതുകൊണ്ട് 11 മണിക്ക് ഇമാം മഹ്ദി എത്തിയാൽ നമുക്ക് പറയാം. ഇൻഷാ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഉഷാറാവും മനുഷ്യന്മാരെ. ഞാൻ ഈ വിഷയത്തിന്റെ ഗൗരവം കണ്ടാണ് ഒരു നാടൻ വാക്ക് പോലും പറയാതെ പെട്ടെന്ന് പറഞ്ഞു പോണത്. അപ്പൊ നിങ്ങളിങ്ങനെ ഈ ബ്രീസറി വെച്ച് ബ്ലോക്ക് ഓടി ഇരിക്കണമായിരുന്ന അങ്ങനെ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അതിയമൈതൊരു നൂറുല്ലാഹ് അഹ്മദ് നബിയിൽ സ്വല്ലല്ലാഹ് അധികദയാലു ഹബീബുല്ലാഹ് ആമന്നാ ബി റസൂലില്ലാഹ് ഹസ്ബി റബ്ബി. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ബർരി
ബഹിറിൽ ബദറിലും മികന്തൊരു ശോഭനബി ബീവി ആമിനത്തന്റെ സബി വലതുല്ലമീനായി വന്ന നബി ആമന്നാ ബി റസൂലില്ലാഹി ഹസ്ബി റബ്ബി. അങ്ങനെ ഖുദ്സല്ലേ പറയണത്. ആ ഖുദ്സ് പറയുമ്പോ ഖുദ്സിന്റേതായ ഒരു തഖ്ദീസ് നമുക്ക് വേണ്ടേ? കാരണം ഇത് നമുക്കൊരു അറബ് രാഷ്ട്രമല്ല, ഭൂമിശാസ്ത്രപരമായുള്ള യോജിപ്പോ വിയോജിപ്പോ അല്ല, സാമൂഹിക അന്തരീക്ഷങ്ങളുടെ പ്രബലതയോ ചപലതയോ അപരതയോ ദുർബലതയോ അല്ല. ആരൊക്കെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു എന്നല്ല, കൊളംബിയയുടെ പ്രസിഡന്റോ ബ്രസീലിന്റെ പ്രസിഡന്റോ സ്പെയിനിന്റെ പ്രസിഡന്റോ. കാരണം ആരൊക്കെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചാലും പ്രഖ്യാപിച്ചില്ലെങ്കിലും അറബിക്കടലിന്റെ തിരമാലകളിൽ തടികത്തടൂരുന്ന കേരളത്തിന്റെ മണൽത്തരികളിൽ ഒരു സമൂഹം ഫലസ്തീനു വേണ്ടി മുദ്രാവാക്യം വിളിക്കുന്നുവെങ്കിൽ അത് ഞങ്ങളുടെ ആദർശപരമായ ബന്ധമാണ്. ഇവിടെ നിന്നാണ് മഹ്ശറ തുടങ്ങുക.